ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് 3 മീഡിയം സൈസിലെ സവാള ഇതുപോലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4-5 പച്ചമുളക് ഇതുപോലൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. 5-6 ചെറിയ ഉള്ളി ഞാൻ ഇതുപോലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കരിവേപ്പില എടുത്തു കൊടുത്തു. ഇനി ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുടംപുളി യൂസ് ചെയ്യുന്നവർക്ക് അതെടുക്കാം. എന്നിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കൂടെ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്തു. കടുകിൻ്റെ ഉലുവയുടെ പൊട്ടിത്തെറി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി വരുമ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരണ്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. കളർ ഒന്ന് മാറി വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയും കൂടെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ച് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഇതാ ഏകദേശം വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് നമുക്ക് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ കുതിരാൻ വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പം മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 2-3 മിനിറ്റ് തിള വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇതാ ഇപ്പം തിളയൊക്കെ വന്നൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ചൂരമീനാണ് കിട്ടിയത് കേട്ടോ. അപ്പം പതുക്കെ മീനൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ തല കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തല ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ മറ്റ് സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 10-12 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പുറത്തെ അടുപ്പിൽ ഈ സെയിം ചൂര തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഒന്ന് പോയി നോക്കൂ കേട്ടോ. അപ്പോൾ 10-12 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മീൻകറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. മീൻകറിയുടെ കൂടെ കപ്പ മസ്റ്റാണ്, അല്ലെങ്കിൽ മീൻകറിക്കൊപ്പം കപ്പ ബെസ്റ്റാണ് അല്ലേ? അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കപ്പയുടെ കൂടെ തന്നെ ഞാൻ ഈ മീൻകറി സെർവ് ചെയ്യുകയാണ്. നല്ല മീൻകറിയാട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.